യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ക്ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. ആ വേദനകളുടെയൊക്കെ സമയങ്ങളിൽ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങാനും നമ്മുടെ സങ്കടങ്ങളെ ഓർത്ത് പരിതപിക്കാനും ഒക്കെയാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. നമ്മുടെ പ്രശ്നങ്ങളുടെ ഇടയിലും നമ്മൾ വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളവരാണെന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ വേദനകൾക്കിടയിലും നിരാശയിലേക്കൊക്കെ വീണു പോകാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചുറ്റുമുള്ളവൻ്റെ, എൻ്റെ സഹോദരൻ്റെയും കൂടി ദുഃഖത്തെ കണ്ടെത്തുവാനും ആശ്വസിപ്പിക്കാനുമൊക്കെ നമുക്ക് കഴിയേണ്ടതല്ലേ? ഇത് എങ്ങനെ സാധിക്കുമെന്ന്, എന്തുകൊണ്ട് സാധിക്കേണ്ടതാണെന്ന് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ക്ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് കാരിസ്ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് തിരുവചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ സെപ്റ്റംബർ മാസം രോഗസൗഖ്യ ശുശ്രൂഷകളിൽ ഒരു ശനിയാഴ്ച ഞാനിവിടെ വന്ന് പങ്കെടുത്തു. മോനെ ഇവിടെ ക്രിസ്ത്യൻ ധ്യാനത്തിന് കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ആ ദിവസം ഞാനിവിടെ വന്നത് എനിക്ക് തുമ്മലിൻ്റെ ഒരു അസുഖമുള്ളത് മാറാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ആരാധനയുടെ സമയത്ത് പറഞ്ഞത് കൈക്ക് മരപ്പും കാൽമുട്ട് വേദനയുള്ളവരും മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാലിൻ്റെ മുട്ട് ഒരു മന്ദത ബാധിച്ച ഒരവസ്ഥയിലായിരുന്നു. മുട്ട് കുത്താനോ മടക്കുമ്പോഴും നൂർക്കുമ്പോഴും ഇങ്ങനെ എല്ലുകൾ തമ്മിൽ ഒരേന്നൊരവസ്ഥ എനിക്ക് അത് അനുഭവപ്പെടുമായിരുന്നു. അപ്പോൾ അങ്ങനെ മുട്ടുകുത്താനൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എനിക്ക് മുട്ടുകുത്താനും നന്നായി ഒരു കുഴപ്പവുമില്ലാതെ അന്നത്തെ ആരാധനയ്ക്ക് ശേഷം സൗഖ്യം കിട്ടി. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടെ ക്ഷേമ ഇസ്രായേലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നൽകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായമാണ്. ഈ അധ്യായം നമുക്ക് വളരെ സുപരിചിതമായ ഒരു അധ്യായമാണ്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു ചെല്ലുന്ന സംഭവമാണ് ഈ അധ്യായത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. പക്ഷെ വളരെ മനോഹരമായിട്ട് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു ആത്മീയ രഹസ്യം നമുക്ക് ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുക്കാൻ പറ്റും. ആ രഹസ്യമാണ്, അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നത്. വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന് പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി
ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഈ വചനഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്ന ചിന്ത ഇതാണ്. നമുക്കറിയാം, ലൂക്കാസ് സുവിശേഷകൻ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള, ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയുടെ വിവരണമാണ് ശരിക്കും ലൂക്കാ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ ജെറീക്കോയിലേക്ക് കടന്നു പോകുന്ന സംഭവത്തിലാണ് സക്കേവൂസിൻ്റെയുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നത്. അതിന് മുമ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പീഡാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും 3-ാം പ്രാവശ്യം ഈശോ പ്രവചിക്കുന്നതായിട്ട് നമുക്ക് 18-ാം അധ്യായത്തിൽ അവസാനങ്ങളിൽ കാണാൻ പറ്റും. അവിടെ ഈശോ പറയുന്നുണ്ട്, 12 പേരെയും അടുത്ത് വിളിച്ച് ഈശോ പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവാം. നമുക്കറിയാം, ജെറുസലേം എന്ന് പറഞ്ഞാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോ കുരിശിൽ മരിക്കാൻ സ്വർഗപിതാവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലം, സകലരാലും നിന്ദിക്കപ്പെടുന്ന സ്ഥലം, സകലരാലും പരിത്യക്തനാകാൻ പോകുന്ന സ്ഥലം, ശരീരത്തിലും മുറിവുകൾ ഏറ്റെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒരു രക്തം വിയർത്തി ഈശോ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഒരു അനുഭവത്തിലൂടെ ഈശോ കടന്നു പോകേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ആ ഒരു വേദനയുടെ കാഠിന്യമാണ് ഗെത്സമൻ തോട്ടം നമ്മൾ കാണുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലിങ്ങനെ കണ്ടിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ മുഴുവനും വിളിച്ച് കൂട്ടിയിട്ട് ഈശോ തനിക്ക് സംഭവിക്കാൻ പോകുന്ന താൻ മുന്നിൽ കാണുന്ന വേദനയും വിഷമവും ഇതെല്ലാം ദുഃഖവും കുരിശുമരണമൊക്കെ മുമ്പിൽ കണ്ടിട്ട് അത് തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെക്കുക. ഈശോ വിളിച്ചിട്ട് പറഞ്ഞു, ജെറുസലേമിലേക്ക് പോവുക. എന്തിനാ? മനുഷ്യപുത്രൻ പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. ഈ സഹനങ്ങളെക്കുറിച്ച് മുഴുവൻ ഈശോ പറയുകയാണ്. അപ്പോൾ ഈ ജെറുസലേം യാത്രയുടെ ഇടയ്ക്കാണ് ഈ ജെറീക്കോയിലൂടെ കടന്നു പോകുന്നതും സക്കേവൂസിനെ കണ്ടുമുട്ടുന്നതൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയൊരു ആത്മീയ സന്ദേശമുണ്ട്. അതെന്നതാണെന്ന് ചോദിച്ചാൽ, ഈശോ തൻ്റെ സഹനത്തിൻ്റെ, വേദനയുടെ, നൊമ്പരത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, തിരസ്കരണത്തിൻ്റെ, കർത്താവ് ഇതൊക്കെ പറഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ടും ഇതിൻ്റെ നടുവിലും തൻ്റെ വേദനയുടെ മൂർദ്ധക്യത്തിലും അല്ലെങ്കിൽ അതിൻ്റെ പാരമ്യത്തിലും അപരൻ്റെ വേദന മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റിയെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ എനിക്ക് നമ്മൾ ഇനി ഒത്തിരി രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഒരു ആത്മീയ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആത്മീയമായി വളർന്നു എന്നതിൻ്റെ വലിയൊരു അടയാളം കൂടിയാണിത്. എന്നതാ? ഈശോ തൻ്റെ മാനസികമായ സംഘർഷങ്ങളുടെ, വേദനയുടെ, നൊമ്പരങ്ങളുടെ നടുവിലും അപരൻ്റെ വേദനയിലേക്ക് നോക്കാനും അപരനിലേക്ക് നോക്കാനും അപരനിലേക്ക് മുഖമുയർത്താനും ഈശോയ്ക്ക് പറ്റിയെന്നുള്ളതാണ്. അതാണ് സക്കേവൂസ് 19-ാം അധ്യായത്തിൽ ഈശോ ഇങ്ങനെ ഈ ഒരു മനോവേദനയോടുകൂടിയാണ് ഈശോ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നെ ഇനി അധിക സമയമില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കറിയാം ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ എത്താറായി. താൻ ഏറ്റെടുക്കേണ്ട സഹനങ്ങൾ മുഴുവനും കർത്താവ് ഇങ്ങനെ ഫ്ലാഷ് ബാക്കായിട്ട് ഇങ്ങനെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക, മനസ്സിൽ അതേക്കുറിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുക, നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുക. 2-3 പ്രാവശ്യം ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടും അവർക്കിതൊന്നും മനസ്സിലാകുന്നുമില്ല. നോക്കിക്കേ, ഈശോ കടന്നു പോകുന്ന ഭാരം എന്തായിരിക്കും? നൊമ്പരമായി. എന്നിട്ടും ആ നൊമ്പരത്തിൻ്റെ നടുവിലും അപരനെക്കുറിച്ച് ചിന്തിക്കാനും അപരൻ്റെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഈശോയ്ക്ക് പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നമ്മുടേതായ അസ്വസ്ഥതകളും വേദനകളും നൊമ്പരങ്ങളും തീരാ ദുഃഖങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെയായി കടന്നു പോകുമ്പോഴും അപരൻ്റെ നൊമ്പരത്തിലേക്ക് കണ്ണുകളുയർത്തി നോക്കാനും അപരൻ്റെ വേദനയൊന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റണം. അതിന് നമ്മൾ ഇനി ആത്മീയമായിട്ട് രൂപപ്പെടേണ്ടിയിരിക്കും, വളരേണ്ടിയിരിക്കുന്നു, അല്ലേ? പല കുടുംബങ്ങളിലൊക്കെ ചെന്ന് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും പലരുടെയും പരാതി എന്നതാ, എൻ്റെ അച്ഛോ, എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല,
എൻ്റെ ജീവിത പങ്കാളി എന്നെ കരുതുന്നില്ല, ഞാൻ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്, എന്നിട്ടും ഒരു നല്ല വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അപരൻ്റെ നൊമ്പരത്തിലേക്ക് ഇറങ്ങാൻ വിസമ്മതിക്കുന്ന ചിലരെ കുറിച്ചുള്ള പരാതികളാണ് നമ്മൾ കേൾക്കുന്നത്. ആ ജ്ഞാനം കിട്ടിയിട്ടില്ല, അവരാത്മീയ വളർച്ച പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാ എനിക്കൊരു ദാമ്പത്യ ബന്ധം തകർന്നു പോകേണ്ട ഒരു സാഹചര്യത്തിൽ കാരിസ് പോയിന്റിൽ വന്നതിന് കാരണം എന്താണെന്നറിയാവോ? ജോലിയൊക്കെ കഴിഞ്ഞ് ജീവിത പങ്കാളി വന്നു. ജീവിത പങ്കാളി ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് സഹോദരി നിന്ന്. രാവിലെ മുതൽ വീട്ടിൽ കിടന്ന് അധ്വാനവും കഷ്ടപ്പാടും വീട് ക്ലീനിങ്ങും തുണി അലക്കലും വീട്ടിലെ പരിപാടികൾ മുഴുവനും ചെയ്ത് ജീവിത പങ്കാളിക്കും 2-3 തരം കറി ഉണ്ടാക്കി ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച്, എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന് വന്നപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുക. അതും ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോയി കടന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതിൽ എന്നാ പ്രശ്നമെന്ന്. ഈ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ ഈ മകളുടെ നമ്മൾ അരിയുമ്പോൾ അല്പം സൂക്ഷിച്ചില്ലെങ്കിൽ മുറിയാൻ സാധ്യതയുള്ള വിരലിതാണ്. അപ്പോൾ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഈ കയ്യിൽ വലിയൊരു കെട്ടുണ്ട്. മനസ്സിലാക്കണം, ഈ കയ്യിൽ നോർമലി നമുക്കറിയാം കുറച്ച് അത്യാവശ്യം ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് വല്ല തുണിയോ വെച്ചോ അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്ററൊക്കെ വെച്ചോ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ഈ സമയത്ത് അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലുള്ള മുറിവല്ല, കെട്ട. ഈ കൈ കൊണ്ടാണ് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തത്. ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എടി നിന്റെ കൈക്ക് എന്നാ പറ്റിയടി എന്നൊരു വാക്ക് പോലും എൻ്റെ ജീവിത പങ്കാളി ചോദിച്ചില്ല അച്ഛൻ. പിന്നെ ഇയാൾക്ക് എന്നാ സ്നേഹമുണ്ടെന്ന് അച്ഛൻ പറയുന്നത്? ഒരുപക്ഷെ പുള്ളിയുടെ ജോലിയുടെ ടെൻഷനോ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഒക്കെ കടന്നു പോയപ്പോൾ ഇത് കാണാൻ പറ്റിയില്ലായിരിക്കാം. നമുക്ക് അങ്ങനെ ഇപ്പം അനുമാനിക്കാൻ പറ്റും. പക്ഷേ അപരൻ്റെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മാത്രം ആത്മീയമായി വളരാൻ പറ്റാതെ പോയതുകൊണ്ട് സംഭവിച്ചൊരു പ്രശ്നമാണ്. എത്ര കുടുംബ ബന്ധങ്ങളാണ് അങ്ങനെ തകർന്നു പോകുന്നത്? എത്രയോ ദാമ്പത്യ ബന്ധങ്ങളാണ് ഇതുപോലെ തകർന്നു പോകുന്നത്? ഇവിടെ അപരൻ്റെ നൊമ്പരത്തിലേക്ക് നോക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ നൊമ്പരങ്ങൾക്കപ്പുറമായിട്ട് അപരൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ആത്മാവിൻ്റെ ബലം നമുക്ക് വേണം. അല്ലെങ്കിൽ പ്രശ്നം എന്നാ, നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നം, നമ്മുടെ പരാതി, നമ്മുടെ പരിഭവം, നീ എന്നാടി എന്നെ മനസ്സിലാക്കാത്ത, നീ എന്നാടി എൻ്റെ കാര്യത്തിൽ ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, ഇതൊന്നും നീ മനസ്സിലാക്കുന്നില്ല, ഇവിടെ നീയല്ല അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണ്ടേ, നീയല്ല അങ്ങനെ. ശരിയാന്നേ, പക്ഷെ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ, എൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നേ, അപ്പൻ ഇങ്ങനെ പറയുന്നേ? അവർ രാപ്പകൽ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു മക്കൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് മക്കൾ ദൂർത്തടിച്ച് വഴിവിട്ട ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരമ്മയ്ക്ക് വേദനയില്ലേ? ഒരപ്പന് വേദനയില്ലേ? അവരുടെ വേദനയിൽ നിന്നും ഒരപ്പനും അമ്മയും മകനോടോ മകളോടോ മോനെ നീ ചെയ്യുന്നത് ശരിയാണ്, ശരിയല്ല, തെറ്റാണ് എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അതൊന്നും പല മക്കൾക്കുമില്ല, ജീവിത പങ്കാളിക്കുമില്ല. ഇവിടെയൊക്കെ വൈകാരികത. എന്താ എൻ്റെ ഭാഗത്ത് ചിന്തിക്കാത്ത? എന്തുകൊണ്ട് എൻ്റെ കാര്യം ശരിയാന്നേ? ഇങ്ങനെ പരസ്പരം അപരൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വേദനയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് നൊമ്പരമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് കിട്ടേണ്ട സ്നേഹം ഇതെല്ലാം ഞാൻ എൻ്റേതായ നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കൂടെ വസിക്കുന്നവരുടെ നൊമ്പരത്തിലേക്കും വേദനകളിലേക്കും ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത് പ്രിയപ്പെട്ട ഒരു വലിയ ആത്മീയ കരുത്താ, വലിയ അഭിഷേകമുള്ള അവസ്ഥയാ. ഈശോ ഇതുപോലെ ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയിട്ട് അതുപോലെ നമ്മൾ പറയല്ലോ, ചിലവര് അപ്പൻ്റെ അടുത്ത് ഇപ്പോൾ പോകണ്ട കേട്ടോ, അപ്പൻ ഡിസ്റ്റർബ്ഡാ. മക്കളുടെ അടുത്ത് പറയല്ലോ, അമ്മ പറഞ്ഞു കൊടുക്കും, ഇപ്പം അപ്പൻ്റെ അടുത്ത് ഒന്നിനും പോകണ്ട, അപ്പം ചെയ്തോട്ടെ, എന്തോ തിരക്കിട്ട പണി ചെയ്യുക, ഡിസ്റ്റർബ്ഡാ. എനിക്കറിയാം, അങ്ങനെയുള്ള പണിയിലൂടെ കടന്നു പോകുമ്പോൾ ചില മക്കൾ കുഞ്ഞുങ്ങളൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ചില മാതാപിതാക്കൾ ദേഷ്യം, എടി പിടിച്ചുകൊണ്ട് പോടി, മക്കളെ പിടിച്ചുകൊണ്ട് പോയേ. അവിടെയൊന്ന് ആ കുഞ്ഞ്, പ്രായമില്ലാത്ത കുഞ്ഞ്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുഞ്ഞ്, ഈ അപ്പൻ ജോലി ചെയ്യുവാണെന്നോ വലിയ സീരിയസ് ആയിട്ട് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുഞ്ഞിനെ വളരെ ശാന്തമായിട്ട് നമുക്ക് ഒരു ഉമ്മൊക്കെ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് എടി ഒന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് ശാന്തമായിട്ട് പറയാം. കണ്ടോ ഇവിടെ പ്രശ്നം എന്നാ? അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാനുള്ള ആത്മീയ ജ്ഞാനമില്ല. അതുമൂലം പരിക്കേൽക്കുന്ന എത്രയോ പേരുണ്ട്.
അതുമൂലം വേദനിക്കുന്ന എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ പറയുന്നൊരു വാക്കുകൊണ്ട്, ഞാൻ ചെയ്യുന്നൊരു ഓരോ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ചെറിയ അവഗണന കൊണ്ട്, എൻ്റെ ചില തിരസ്കരണങ്ങൾ കൊണ്ട് ഉണ്ടോ ഇന്നും വേദനിച്ച് കഴിയുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? നമ്മളിന്ന് അതേക്കുറിച്ച് ബോധേടല്ല, നമുക്കിന്ന് അതേക്കുറിച്ച് വിഷമവുമില്ല. ഉണ്ടോ? ഒരപ്പൻ എന്ന രീതിയിൽ, ഒരമ്മ എന്ന രീതിയിൽ കൊടുക്കേണ്ട മാതൃക കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് നൊമ്പരപ്പെടുന്ന പലരൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ, കുടുംബങ്ങളിലില്ലേ, സമൂഹത്തിലില്ലേ? അവരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിക്കാൻ പറ്റിയാൽ എത്രയോ കുടുംബ ബന്ധങ്ങളിൽ ഇന്ന് ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുണ്ടായനെ. ഈശോ തൻ്റെ കുരിശുമരണം നടക്കുക. നോക്കിക്കേ, 3 ആണികളിൽ ഈശോ തൂങ്ങിക്കിടക്കുക. ശ്വാസം പോലും വിടാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഈശോ മരിച്ചതെന്നാ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ശ്വാസം കിട്ടാതെ ഈശോ മരിച്ചേ. അങ്ങനൊരു അവസ്ഥയിലേക്ക് ഈശോ വന്നു. രക്തം വാർന്നൊഴുകി ശ്വാസം പോലും കിട്ടാതെ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുക. അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെറ്റമ്മയുടെ നൊമ്പരത്തിലേക്ക്, വേദനയിലേക്ക് ഈശോയുടെ കണ്ണു തുറക്കുകയാണ്. ഒന്ന് നോക്കിക്കേ, ചിന്തിക്കാവുന്നവന് അപ്പുറമാ, സ്വപ്നം കാണാവുന്ന അപ്പുറമാ അഭിഷേകം. ഈശോ അങ്ങോട്ട് നോക്കിയിട്ട് അടുത്ത് നിൽക്കുന്ന യോഹന്നാന്റെ അടുത്ത് പറയും, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അമ്മയുടെ അടുത്ത് പറയും, അമ്മേ ഇതാ നിന്റെ മകൻ. അത്രയും വേദനയുടെ നടുവില് അതുപോലെ ഈശോ നൊമ്പരപ്പെട്ടിരിക്കുമ്പോൾ, അതുപോലെ രക്തം ശരീരത്തിൽ നിന്ന് വാർന്നിഴങ്ങുമ്പോൾ, അടിയേൽക്കാത്തൊരിടമില്ലാതിരിക്കുമ്പോൾ, നഗ്നനായി 3 ആണികളിൽ കിടക്കുമ്പോൾ, അതുപോലെ തിരസ്കരിക്കപ്പെട്ട അനുഭവത്തിലൂടെ ഈശോ കടന്നു പോകുമ്പോഴും ഈശോ അവിടെ കണ്ണു തുറന്നിട്ട് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയുടെ വേദന മനസ്സിലാക്കുകയാണ്, ഒരു മകൻ്റെ വേദന മനസ്സിലാക്കുകയാണ്. ഒരു മകനില്ലാത്ത, ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന മനസ്സിലാക്കിയിട്ട് അവിടെ ഈശോ പറയുകയാണ്, ഇതാ നിന്റെ മകൻ. അത്രമാത്രം അഭിഷേകമാണെന്ന് നോക്കിക്കേ. തീർന്നില്ല, തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ജനത്തെ മുഴുവനും നോക്കിയിട്ട് ഈ വേദനയുടെ നടുവിലും ഈശോ പറയുക, പിതാവിനെ വിളിച്ചിട്ട് പറയുക, അപ്പാ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അവരുടെ ഭാഗത്തുനിന്നും അപ്പാ ഒന്ന് ചിന്തിക്കണമേ, അവരെ ക്രോധത്താൽ കടാക്ഷിക്കല്ലേ, അവരെ കരുണയോടെ നോക്കണമേ. അവരുടെ അറിവില്ലായ്മയാ, അവരുടെ ബലഹീനതയാ, അല്ലേ? നമുക്കൊന്ന് അവരെ, എന്തുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളി എന്നോട് ദേഷ്യപ്പെടുന്നു, എന്തുകൊണ്ട് എൻ്റെ അപ്പൻ എന്നോട് ദേഷ്യപ്പെടുന്നു, എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പുകൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീയ പക്വതയോടെ ആ സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റും. ഇത് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ട് എൻ്റെ പ്രശ്നം മനസ്സിലാകാത്ത? ഞാൻ കടന്നു പോകുന്ന ടെൻഷൻ എന്താ നിങ്ങൾ മനസ്സിലാകാത്ത? നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷനേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ടെൻഷൻ ആര് നോക്കും? എല്ലാവർക്കും അവരുടേതായ ടെൻഷനും ബുദ്ധിമുട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ അപരൻ്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കാൻ പറ്റിയാൽ, എൻ്റെ നൊമ്പരത്തിൻ്റെ, എൻ്റെ വേദനയുടെ നടുവിലും അപരൻ്റെ വേദനയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയാൽ, അല്ലേ? ആദ്യത്തെ രക്തസാക്ഷി അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്തെഫാനോസ് ശരീരത്തിൽ കല്ലുകൾ എറിയുമ്പോഴും സ്തെഫാനോസ് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അപ്പാ ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. നോക്കിക്കേ, അപ്പോഴും അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവർ ചെയ്യുന്ന, നീതിമാനെതിരെ ചെയ്യുന്ന ഒരു തെറ്റ് അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക സ്തെഫാനോസ്. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. ഇതാ ഈശോയും ചെയ്തത്. സക്കേവൂസിനെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ വേദനയുടെ പാരമ്യത്തിലും നൊമ്പരത്തിൻ്റെ നടുവിലും ഈശോ കണ്ണുകൾ ഉയർത്തിയിട്ട് സക്കേവൂസിൻ്റെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, അവൻ്റെ നൊമ്പരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, അവൻ്റെ ദുരിതത്തിലേക്കും വിഷമത്തിലേക്കും ഇറങ്ങിച്ചെന്ന് അവൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടുംബത്തിന് മുഴുവൻ രക്ഷ നൽകുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു അഭിഷേകം. ഈ ഒരു അഭിഷേകത്തിലേക്ക് വളരാൻ നമ്മൾ ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്. നമ്മുടെ നൊമ്പരവും നമ്മുടെ വേദനയും നമ്മുടെ വിഷമമായിട്ടിരുന്നാൽ ഒരിക്കലും അപരൻ്റെ വേദനയിലും അപരൻ്റെ കുറവുകളും മനസ്സിലാക്കാനോ അവരുടെ കുറവുകളോടുകൂടി അവരെ ഒന്ന് സ്നേഹിക്കാനോ ഒന്ന് അംഗീകരിക്കാനോ പറ്റില്ല. അനേകം ദാമ്പത്യ ജീവിതങ്ങളുടെ തകർച്ചകളുടെ പിന്നിൽ ഒരൊറ്റ കാരണമാണ്. അപരൻ്റെ നൊമ്പരത്തിലേക്ക് നമ്മുടെ നൊമ്പരങ്ങളുടെ നടുവിൽ, നമ്മുടെ പരാതികളുടെ നടുവിൽ, നമ്മുടെ പരിഭവങ്ങളുടെ നടുവിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. അവൾ സഹിക്കുന്ന വേദന, അവൻ സഹിക്കുന്ന വേദന, ഞാൻ മൂലം അവൾക്കുണ്ടായ നൊമ്പരം, ഞാൻ മൂലം അവനുണ്ടായ നൊമ്പരം, ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്നത്, ഞാൻ മൂലം എൻ്റെ കൂടപ്പിറപ്പുകൾ സഹോദരങ്ങൾ അനുഭവിക്കുന്നത്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ എൻ്റെ ഭാഗം ക്ലിയറാ,
എനിക്കിതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധന നിമിഷങ്ങളിൽ ഈശോ ഇത് അപ്പമായി നമ്മളിലേക്ക് എളിമപ്പെട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളും ഏറ്റെടുക്കാൻ ലോകാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം പൂർത്തിയാക്കാൻ അത് നമ്മുടെ എല്ലാ നൊമ്പരങ്ങളിലേക്ക് ഈശോ കടന്നു വരുന്നത് വലിയ ദാഹത്തോടെ, വലിയ പ്രാർത്ഥനയോടെ. നമ്മുടെ തന്നെ ഏതെങ്കിലും ഈ അഭിഷേകമില്ലാത്ത ഈ മേഖലയിൽ കൃപയില്ലാത്തത് കൊണ്ട്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോയിട്ട് ബന്ധങ്ങൾ തകർന്നു പോകാൻ കാരണമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മേഖലകളൊക്കെ അനുദപിച്ച് ദീപികാനന്ദനാഥൻ്റെ സന്നിധിയിലിരുന്ന്, കർത്താവേ എന്നിലേക്ക് കൃപയൊഴുകണമേ, എൻ്റെ നൊമ്പരത്തിൻ്റെ നടുവിലും എൻ്റെ വേദനയുടെ നടുവിലും അപരൻ്റെ നൊമ്പരം കാണാനുള്ള ഒരു ആത്മീയ ഉൾക്കണ്ണ് എനിക്ക് തരണമേ എന്ന് ഈ വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ഈ ആരാധനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ, നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ സർവശക്തനായ കർത്താവ് നമ്മുടെ മുമ്പിൽ അപ്പത്തോളം ചെറുതായി തൻ്റെ സകല മഹത്വവും ലഘൂകരിച്ച് അപ്പത്തോളം ചെറുതായി നമ്മെ സ്നേഹിച്ച് സ്നേഹത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ, അതേ സ്നേഹത്തോടെ ഈശോയെ നമുക്ക് നോക്കാം. അതേ സ്നേഹത്തോടെ, അതേ സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ ഈശോയെ നമുക്കൊന്ന് കാണാം. നോക്കി ഈശോയെ. ഈശോയുടെ അടുത്ത് നമുക്ക് പറയാം പല പരിഭവങ്ങളുണ്ടാകാം, പരാതികളുണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളുണ്ടാകാം, ആരോടും പറയാൻ പറ്റാത്ത, പറഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ നീ പറഞ്ഞിട്ട് ശ്രവിക്കാത്ത ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുണ്ടാകാം. ഇതെല്ലാം ഒന്ന് ഈശോയിലേക്ക് കൊടുത്തേ. നിൻ്റെ തന്നെ വിഷമങ്ങളുണ്ടെന്നേ, ഒത്തിരി പരാതികൾ നിനക്ക് പറയാനുണ്ട്. ഇന്നലകളിൽ നിന്നെ വേദനിപ്പിച്ച അനേകരുടെ മുഖം നിൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാകാം. ഇന്നലകളിൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും തകർത്തവരുടെ മുഖങ്ങൾ നിൻ്റെ മനസ്സിലുണ്ടാകാം. ഇന്നലകളിൽ നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഇതുപോലെ ആക്കാൻ പ്രവർത്തിച്ചവരുണ്ടാകാം. അതിനുള്ള ഇന്നലകളിൽ നിന്നെ ഇതുപോലെ തകർത്തെറിഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, സാഹചര്യങ്ങളുണ്ടാകാം. മനസ്സ് നീറിയ അവസ്ഥകൾ, നൊമ്പരപ്പെട്ട അവസ്ഥകൾ, നിരാശകളിലൂടെ, കുറ്റബോധത്തിലൂടെ സ്വയം ശപിച്ച് കടന്നുപോയ അവസ്ഥകൾ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ അറിയുന്നില്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ള തോന്നലുകളിലൂടെ കടന്നുപോയ ഇന്നലകളുടെ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകാം അല്ലേ? അതുപോലെ സഹനത്തിൻ്റെ പാരമ്യത്തിൽ നീ ഇന്നലകളിൽ കടന്നു പോയിട്ടുണ്ടാകാം. ഈ അൾത്താരയിലിരിക്കുന്ന ഈശോ നിന്നെ വിളിച്ചിട്ട് പറയാം, മോനെ മോളെ, നിനക്ക് മുമ്പ് ഇതെല്ലാം ഞാൻ കടന്നുപോയതാ. നിനക്ക് മുമ്പ് ഈ തിരസ്കരണത്തിലൂടെ ഞാൻ കടന്നുപോയതാ. നിനക്ക് മുമ്പ് ഈ നൊമ്പരത്തിലൂടെ ഞാൻ കടന്നുപോയതാ. നിനക്ക് മുമ്പ് ഈ ഒറ്റപ്പെടലിലൂടെ ഞാൻ കടന്നുപോയതാ. നിനക്ക് മുമ്പേ ഈ ശാരീരിക പീഡനത്തിലൂടെ ഞാൻ കടന്നുപോയതാ. നിനക്ക് മുമ്പേ ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയതാ. അത് ഈശോ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അതൊന്ന് ശ്രമിച്ച്. ഈശോ ഇന്ന് വചനത്തിലൂടെ നമ്മളോട് ചോദിച്ചത് മറ്റൊരു ചോദ്യമാണ്. മോളെ മോനെ, നിൻ്റെ ഈ നൊമ്പരപ്പെടലിൻ്റെ, നിൻ്റെ ഈ ആന്തരിക മുറിവിൻ്റെ, വേദനയുടെ, വിഷമത്തിൻ്റെ നടുവിലും അപരൻ്റെ നൊമ്പരം കാണാൻ നിനക്ക് പറ്റുന്നുണ്ടോ? അതിനൊരു അഭിഷേകം വേണം. ആ ഒരു അഭിഷേകമാണ് ഇന്നിപ്പോൾ ഈശോയിൽ നിന്നും ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. നീ അതുപോലെ തകർന്നു പോകുമ്പോഴും, നീ അതുപോലെ വേദനിക്കുമ്പോഴും, നീ അതുപോലെ തിരസ്കരിക്കപ്പെടുമ്പോഴും, നിൻ്റെ കുടുംബത്തിൻ്റെ, കുടുംബാംഗങ്ങളുടെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ, നിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അപരൻ്റെ നൊമ്പരം കാണാൻ, കണ്ണുനീര് കാണാൻ, അല്ലെങ്കിൽ നീ പറഞ്ഞ വാക്കുകളിൽ, നീ നിലകളിൽ ചെയ്ത പ്രവർത്തികളിലൂടെ ക്ഷതമേറ്റ് നിൻ്റെ കുടുംബത്തിലും അയൽവക്കത്തുമായി കഴിയുന്ന അനേകരുടെ ഇന്നിൻ്റെ നൊമ്പരത്തെ മനസ്സിലാക്കാൻ അവരഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് പലർക്കും ആത്മീയമായി വളരാൻ പറ്റാത്തതിന് കാരണം ഇതാ. പ്രിയപ്പെട്ടവരെ, കൂടെ ഉള്ളവരുടെ ജീവിതത്തിൻ്റെ വേദന എന്താണെന്നോ, വിഷമം എന്താണെന്നോ, പരാതി എന്താണെന്നോ, പരിഭവം എന്താണെന്നോ, ബലഹീനത എന്താണെന്നോ മനസ്സിലാക്കിയിട്ട് നമ്മുടെ നൊമ്പരങ്ങളുടെ നടുവിലും അപരൻ്റെ നൊമ്പരത്തിലേക്ക് കൂടി കണ്ണുയർത്താനുള്ള ആത്മീയ ജ്ഞാനമില്ല, ബലമില്ല, കൃപയില്ല. പരിശുദ്ധാത്മാവ് ഈ കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ച്. നമ്മൾ തകർന്നു പോകുമ്പോഴും എനിക്കറിയാം ജീവിത പങ്കാളിയുടെ മദ്യപാനം കൊണ്ട് ഞാൻ ഒത്തിരി വേദനിക്കുന്നുണ്ട്.
ഈ വേദനയുടെ നടുവിലും ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിലേക്ക് നോക്കിയിട്ട് പരിശുദ്ധാത്മാവേ ആ വ്യക്തിയെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെയായി? ഈശോയെ, അവൻ്റെ കുറവാണല്ലോ, അവൻ്റെ ഇന്നലകളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണല്ലോ, അവരുടെ മാതാപിതാക്കൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിത പങ്കാളി ഇന്ന് മദ്യപിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ആ കുറവുള്ളത്, ഈ ബലഹീനത ഉള്ളത്, അവൻ്റെ ഇന്നലകളിൽ അവൻ ഇങ്ങനെയൊക്കെ കടന്നുപോയത് കൊണ്ടാണല്ലോ, അവൾക്ക് ഇങ്ങനത്തെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണല്ലോ അവളിങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അപരൻ്റെ നൊമ്പരം കാണാൻ, അപരൻ്റെ വേദന കാണാൻ, അപരൻ്റെ കുറവ് കാണാൻ പരിശുദ്ധാത്മാവേ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തി എൻ്റെ ആന്തരിക നയനങ്ങൾക്ക് തുറവി തരണമെന്നൊന്ന് പ്രാർത്ഥിച്ച്, ഈശോ രക്തം, അവസാനത്തുള്ളി രക്തവും ശരീരത്തിൽ നിന്നും വാഴ്ന്നിറങ്ങാൻ ഒരുങ്ങുമ്പോഴും ഇതാ അമ്മയെ നോക്കിയിട്ട് ഒരു മകനില്ലാത്ത അമ്മയായി അമ്മ കടന്നു പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ പറയുക, യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ. അമ്മയെ നോക്കിയിട്ട് പറയുക, അമ്മേ, ഇതാ നിൻ്റെ മകൻ. കർത്താവിൻ്റെ സഹനത്തിൻ്റെ തീച്ചുളയിലും ഈശോ അപരൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് നോക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഈ ഒരു അഭിഷേകം തരണമെന്നൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മ ഈ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അപരൻ്റെ ആത്മാവിലേക്ക് നോക്കാൻ പറ്റും. ആത്മാവിലേക്ക് നോക്കി അപരൻ്റെ ആത്മാവിൻ്റെ വേദനകൾ മനസ്സിലാക്കി അവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും. അവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൃപ ഒഴുകുന്നത്. അവിടെയാണ് ലോകമെമ്പാടും ഇരുന്ന് ഭവനത്തിൽ സഹനമെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകർ ഉദയം ചെയ്യുന്നത്. അപരൻ്റെ കണ്ണുനീരിലേക്ക്, അപരൻ്റെ വേദനയിലേക്കും നമ്മുടെ വേദനയുടെയും തകർച്ചകളുടെയും നടുവിൽ നോക്കാനുള്ള കൃപയുള്ളപ്പോഴാണ്. എത്രയോ പേര്, പ്രിയപ്പെട്ടവരെ, മക്കൾ വിവാഹം നടക്കാതിരിക്കുമ്പോഴും അതുപോലെ വിവാഹം നടക്കാത്ത അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട്. ഈ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ തുറന്ന് പിടിച്ച്, ഈശോയെ, ഈ അഭിഷേകം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ കർത്താവേ. ഈ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകട്ടെ. അവരൻ്റെ കണ്ണുനീര് കാണാനുള്ള കൃപയുണ്ടാകട്ടെ. കർത്താവ്, ഈ മക്കൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലും ജീവിതത്തിൻ്റെ പരാതികളിലും പരിഭവങ്ങളിലും വേദനകളുടെ നടുവിലും കൂടെ വസിക്കുന്നവരുടെ വേദനകൾ മനസ്സിലാക്കാൻ, കൂടെ വസിക്കുന്നവരുടെ നൊമ്പരം കാണാൻ, അവരുടെ കണ്ണുനീരൊപ്പാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ കൃപ നമ്മളിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,